ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് മാത്സിലെ 5ാമത്തെ പാഠഭാഗമായ സർക്കിൾസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കോഡ് എന്നൊരു പുതിയ കൺസെപ്റ്റാണ് ചാപ്റ്റർ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. കോഡ്, അതിൽ നിന്ന് സർക്കിൾ, അങ്ങനെ ഒരു ട്രാക്കാണ് ചാപ്റ്ററിൽ. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ കോഡ് എന്താണ് എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. കോഡ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ അകത്ത് രണ്ട് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ലൈനാണ് ഒരു കോഡ്. ഓക്കെ, അത് സർക്കിളിൻ്റെ അകത്ത്, പുറത്തല്ല, സർക്കിളിൻ്റെ അകത്ത് രണ്ട് കുത്തിട്ടു അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് കോഡ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വരാം, ഈ സെൻറ്ററിൽ കൂടെ ആ കോഡ് കടന്നു പോയാൽ എന്താണ് അതിൻ്റെ പേര്? നമുക്കറിയാം, ഡയമീറ്റർ. ഓക്കെ, സെൻറ്ററിൽ കൂടി കടന്നു പോയാൽ ഡയമീറ്റർ, സെൻറ്ററിൽ കൂടി അല്ലാതെ ജസ്റ്റ് അതിലൊന്നും മുട്ടാതെ ഇപ്പം ഇവിടെ ഒരെണ്ണം വരച്ചിട്ടുണ്ട്, രണ്ട് പോയിന്റ് അതിനെ ചേർത്ത് വരച്ചിരിക്കുന്ന ലൈനാണ് ഇവിടെ ഈ കോഡ്. ഈ കോഡും സർക്കിളിൻ്റെ സെൻറ്ററും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററും നിന്ന് താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും, അതായത് രണ്ടായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഒരു 90 ഡിഗ്രി വരച്ചാൽ ഇതിനെ രണ്ട് ഈക്വൽ പാർട്സ് ആക്കും. ഓക്കെ, ഇനി തിരിച്ചു പറഞ്ഞാൽ കോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ഓക്കെ, അത് കോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 90 ഡിഗ്രി സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്തു പോകും. തിരിച്ചു പറഞ്ഞതാണ് കൺസെപ്റ്റ്. പിന്നെ സർക്കിളിൻ്റെ സെൻറ്ററും കോഡിൻ്റെ മിഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്യിക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. സെയിം കൺസെപ്റ്റാണ് 3 വാക്യങ്ങളിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കോഡും സർക്കിളിൻ്റെ സെൻറ്ററും നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറി മാറിയാണ് 3 തിയറി ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എക്സ് ആണെങ്കിൽ ഈ നീളവും എക്സ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ തന്നു, റേഡിയസ് ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഒരു സർക്കിൾ വന്നതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഒരു കോഡ് വരയ്ക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. വേറെ സർക്കിളിൽ എവിടെയെങ്കിലും ഒരു കോഡ്, അതേ സർക്കിളിൽ വേറൊരു ഭാഗത്ത് ഒരു കോഡ് വരയ്ക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. അപ്പോൾ രണ്ടും കൂടി സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലമായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്? ഓക്കെ, ഒരു സർക്കിളിന് വെച്ചിട്ട് എങ്ങനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നതെന്നുണ്ട്. സിമ്പിളാണ്. ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കും. ഇത് 60 ഡിഗ്രി വരണമെങ്കിൽ നടുക്ക് അതിൻ്റെ ഇരട്ടിയാണ് വരേണ്ടത്. ഓക്കെ, 120 ഡിഗ്രി. ഓക്കെ, അത് ഇനി 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ, അവിടെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ്. അപ്പോൾ സർക്കിൾസിലാണ് ഇത് മെയിൻലി വരുന്നത്. അതായത് ആർക്കിൽ വരയ്ക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഇത് 120 വരും, ഇത് 60 ആണെങ്കിൽ ഇത് 120 വരും, ഇത് 60 ആണെങ്കിൽ ഇത് 120. അതായത് 120 വെച്ചിട്ട് 3 എണ്ണം നമ്മൾ ബെൻസ് കാറിൻ്റെ ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് 3ഉം കൂടി ചേർത്ത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, ഇനി നമ്മൾക്കുള്ള വേറെ കൺസെപ്റ്റാണ് ഈക്വൽ കോഡ്സ്. ഓക്കെ, ഈക്വൽ കോഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, 2 കോഡ്സ് തന്നിട്ടുണ്ട്. ഈ 2 കോഡിനും സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഓക്കെ, അതായത് അതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ, അതായത് കോഡുകളുടെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ ലൈൻ വരച്ചാൽ അതിന് രണ്ടിനും സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് തുല്യ ദൂരമാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? തുല്യമായിട്ടുള്ള കോഡ്സ് ആണ്. അതാണ് ഈക്വൽ കോഡ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഈ ഡിസ്റ്റൻസ് ഡി ആണ്, അപ്പോൾ ഈ ഡിസ്റ്റൻസും ഡി ആണെങ്കിൽ ഈ കോഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഈക്വൽ കോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇതിന് നമുക്ക് ട്രയാങ്കിൾ സിമിലാരിറ്റി 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിൾ സിമിലാരിറ്റി അല്ല, ഇക്വാളിറ്റി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആ ഇക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യിച്ചൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ദൂരം സെയിം ആണെങ്കിൽ രണ്ടും ഈക്വൽ കോഡ്സ് ആണ്. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എക്സാമിന് ഇങ്ങനെ പ്രൂവ് ചെയ്ത് ചോദിക്കാറില്ല, പക്ഷെ കൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഇത് രണ്ടും ഈക്വൽ കോഡ്സ് ആണ്. ഒന്നിലേക്കുള്ള ദൂരം 5 ആണെങ്കിൽ മറ്റേതിലേക്കുള്ള ദൂരം അത്
5 തന്നെ ആയിരിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലും ചോദിക്കുക. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പ്രൂവ് ദാറ്റും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇക്വാളിറ്റി വെച്ചിട്ട് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, ഇനി ഈ ഭാഗത്തേക്ക്, അതായത് കോഡിനെ നമുക്ക് പൈതഗോറസ് തിയറം ആയിട്ട് ബന്ധിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ. ഇതെന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്. ഈ കോഡിന്റെ മൊത്തം നീളം L ആണെങ്കിൽ ഈ നീളം Lന്റെ പകുതി ആയിരിക്കും, L/2 ആയിരിക്കും. ഓക്കെ, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ദൂരം DU ആണെങ്കിൽ നമുക്ക് ഇത് പൈതഗോറസ് റിലേഷൻ വെച്ച് എങ്ങനെ എഴുതാം? D² + L/2 ഹോൾ സ്ക്വയർ = R². ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ ഒരു റൂളായിട്ട് തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. അതായത് ഈ അവിടേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറും ലെങ്ത്തിന്റെ പകുതിയുടെ സ്ക്വയറും കൂടി കൂട്ടിയാൽ റേഡിയസിന്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? D² + L/2 ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് റേഡിയസ് കാണാനും ഡിസ്റ്റൻസ് കാണാനും കോഡിന്റെ ലെങ്ത് കാണാനും ഒക്കെയാണ് എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ ഇവിടെ സ്ഥിരം വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയും. നമ്മൾ പൈതഗോറസ് തിയറത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 6, 8, 10, 3, 4, 5, 5, 12, 13 ഇങ്ങനെ 3 നമ്പേഴ്സൊക്കെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. അത് പൈതഗോറസ് തിയറം അനുസരിക്കുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് ഒന്നും പഠിച്ചു വെച്ചാൽ എക്സാമിന് ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. പക്ഷെ ഇത് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ഇവിടെ 6ഉം ഇവിടെ 8ഉം ആണെങ്കിൽ ഇവിടെ 10, 3, 4 ആണെങ്കിൽ 5, 5, 12 ആണെങ്കിൽ ഇവിടെ 13. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിഞ്ഞ് ഈ ചാപ്റ്ററിൽ വേണ്ട മൊത്തം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ആ ടോപ്പിക്കാണ് സർക്കം സർക്കിൾ എന്ന് പറയും. സർക്കം സർക്കിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അതിൻ്റെ 3 വെർട്ടീസസിൽ കൂടെ വരയ്ക്കുന്ന സർക്കിളാണ് സർക്കം സർക്കിൾ. അതായത് ആ 3 സൈഡ്സ് അല്ല വെർട്ടീസസ്, മൂലകളിലൂടെ ചേർത്ത് പുറമേ ഒരു വട്ടം വരച്ചത്. അതിൻ്റെ പേരാണ് എന്ത്? സർക്കം സർക്കിൾ. ഓക്കെ, പരിവൃത്തം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ സർക്കം സർക്കിളിനും ഒരു സെന്റർ ഉണ്ട് അല്ലേ, അത് നമ്മൾ സർക്കം സെന്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ, പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി എനിക്ക് ഇതിൻ്റെ സർക്കം സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ 3 സൈഡ്സ് ഉണ്ട്, ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ഓക്കെ, അത് നമ്മുടെ പ്രൈമറി ടാസ്ക്. അപ്പോൾ നമുക്ക് വരയ്ക്കാം, സിമ്പിളാണ്. ഇനി മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു 2-3 വെട്ടുകളൊക്കെ കാണാം. അതാണ് നമുക്ക് വേണ്ടത്. ഒരെണ്ണം വരയ്ക്കുക, മറ്റേ ബൈസെക്ടറും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടും. അതായിരിക്കും നമ്മുടെ സർക്കം സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വെർട്ടെക്സിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് അങ്ങ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ കോമ്പസിൻ്റെ സൂചി ഇവിടെ വെച്ചിട്ട് പെൻസിൻ്റെ ഒരു മൂല ഒരു വെർട്ടെക്സിൽ വെച്ച് അങ്ങ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർക്കം സർക്കിൾ കിട്ടും. ഇവിടെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ലോജിക്ക് മനസ്സിലാവും. കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകും. കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകും. അപ്പോൾ 2 എണ്ണം കൂടി ചേരുന്നിടം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. ആ സെൻറ്ററിനെ സർക്കം സെൻറ്റർ എന്ന് പറയും. ആ സർക്കം സെൻറ്ററിനെ വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്കം സർക്കിളിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റൂളും കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ച് റൂളൊന്നും അല്ല, പക്ഷെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ അതായത് 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ എടുത്താൽ
അതിൻ്റെ സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസിൻ്റെ പകുതിയിലായിരിക്കും അതിൻ്റെ സർക്കം സെൻറ്റർ വരിക. അതായത് ഇങ്ങനെയാണ് ട്രയാങ്കിളെങ്കിൽ ഇതായിരിക്കും സർക്കം സെൻറ്റർ. ഓക്കെ, അവിടെ വെച്ചിട്ടായിരിക്കും സർക്കിൾ പിന്നീട് വരയ്ക്കുക. ഓക്കെ, അത് റൈറ്റ് ട്രയാങ്കിൾ കൺസെപ്റ്റ്. പിന്നെ അക്യൂട്ട് ട്രയാങ്കിളിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടില്ല, എന്നാലും ആംഗിൾ ലെസ് ദാൻ 90 ആണ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ അങ്ങനത്തെ ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസ് ആണ് അക്യൂട്ട് ട്രയാങ്കിൾ. അപ്പോൾ അക്യൂട്ട് ട്രയാങ്കിളിനാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ അകത്തായിരിക്കും, ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും സർക്കം സെൻറ്റർ. ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഓക്കെ, ബൃഹത് ത്രികോണം എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കൂടുതലായിട്ട് ആംഗിൾ വരുന്നതാണ് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒപ്റ്റ്യൂസ് ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്റർ പുറത്തായിരിക്കും, ട്രയാങ്കിളിന് പുറത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് നോക്കേണ്ടവർക്ക് നോക്കാം. പക്ഷെ ഇതാണ് തിയററ്റിക്കലി പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കാവുന്നുള്ളൂ, ചെയ്ത് നോക്കേണ്ടവർക്ക് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് 3 സ്ഥലത്തായിട്ട് കിട്ടും. ഓക്കെ, ട്രയാങ്കിളിൽ തന്നെ ഒരു സർക്കം സെൻറ്റർ, ട്രയാങ്കിളിനകത്ത്, ട്രയാങ്കിളിന് പുറത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ വളരെ സിമ്പിളാണ്. 10-11 മിനിറ്റിൽ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.